إلى حضرة سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم وما صليناه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة الروح نبينا محمد المصطفى صلى الله عليه وسلم، ثم إلى حضرات أرواح آبائنا وأمهاتنا وجدنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا وإخواننا وأخواتنا يا رب العالمين. اللهم يسر عسيرنا وسهل أمورنا وحصل مرادنا وبلغ أمالنا وقل حوائجنا واشف أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് സയ്യിദ് ലബി ഫൈസി, അതുപോലെ SKSF സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റു പ്രവർത്തകന്മാരെ, അൽഹംദുലില്ലാഹ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ ഈ COVID-19 പശ്ചാത്തലത്തിൽ അതിവിപുലമായ രീതിയിൽ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തി പോന്നതുപോലെ അതിവിപുലമായ രീതിയിൽ നമുക്ക് ഒരു പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമ്മൾ ഈ COVID-19 പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് ചെറിയ ഒരു പരിപാടി നമ്മുടെ പുതിയടത്ത് പറമ്പ് ശാഖ SKSFന്റെ കീഴിൽ ഈ വർഷം ഇന്നലെ തുടക്കം കുറിച്ചു. അൽഹംദുലില്ലാഹ് സമയബന്ധിതമായിക്കൊണ്ട് ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഭംഗിയായ രീതിയിൽ ഇന്നലെ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്തു. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്നും നമുക്ക്
സമയബന്ധിതമായിക്കൊണ്ട് തന്നെ നമ്മുടെ പരിപാടികൾ നടത്തേണ്ടതുണ്ട്. അതിന് എല്ലാ ആളുകളും പ്രോഗ്രാം കമ്മിറ്റിയുമായിക്കൊണ്ട് സഹകരിക്കണമെന്ന് ആദ്യമായിക്കൊണ്ട് നിങ്ങളെ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ പരിപാടി നല്ല ഭംഗിയായി നടത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. കൂടുതലൊന്നും ഈ സമയത്ത് ഞാൻ പറയുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചാളുകളൊക്കെ എത്തിയിട്ടുണ്ട്. പരിപാടിയിൽ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് തന്നെ പരിപാടിയിൽ എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മദ്രസ സദർ മുഅല്ലിം ബീരാൻകുട്ടി ഹാജി അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സൈദുലവി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി SKSF സെക്രട്ടറി സൽമാനെയും അതുപോലെ റമീസ് അതുപോലെ മരക്കാരാക്ക എല്ലാവരെയും പരിപാടിയിലേക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനമുള്ള സദർ ഉസ്താദ് ബീരാൻകുട്ടി ഹാജി അവറുകളെ, ബഹുമാനപ്പെട്ട മഹ്സിൻ ഉസ്താദ് അവറുകളെ, അതുപോലെ രക്ഷിതാക്കളെ, മരക്കാർ സാഹിബ് അവറുകളെ, അതുപോലെ SKSSFന്റെ ഭാരവാഹികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495 ജന്മദിനത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള വർഷങ്ങളിലൊക്കെ നാം നടത്തിപ്പോകുന്ന രീതിയിൽ ഈ വർഷം നടത്താൻ നമുക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അതിലുപരിയായിട്ട് ഭംഗിയായ രീതിയിൽ നബിദിന പ്രോഗ്രാമുകളൊക്കെ നടത്തി അതിൻ്റെ പുണ്യം നേടാൻ നമുക്ക് വളരെയേറെ താല്പര്യവും ആഗ്രഹവും മോഹവും ഉണ്ട്. പക്ഷേ നമുക്ക് ഈ വലിയ ഒരു മഹാമാരി നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് നമുക്ക് അതിനെല്ലാം ഒരു വിഘാതം വന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് ഈ മഹത്തായ ആരംഭ റസൂലുള്ളാഹിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ മഹാമാരി നമ്മളിൽ നിന്ന് എടുത്ത് നീക്കി സന്തോഷവും റാഹത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള നമ്മുടെ മദ്രസയിൽ വെച്ച് ഈ പരിപാടി നടത്താൻ കഴിയാതെ പോയപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. 5ഉം 6ഉം വീട്ടുകാർ കൂടി ഏതെങ്കിലും മുറ്റത്ത് വെച്ച് പരിപാടി നടത്തണമെന്നാണ് സമസ്തയുടെ നിർദ്ദേശമുള്ളത്. എങ്കിൽ അതൊന്നും വേണ്ടത്ര അറിയാതെ തന്നെ നമ്മുടെ പുതിയോടത്ത് പറമ്പ് SKSPV ഇവിടെ വിദ്യാർത്ഥികൾ, അതിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെയുള്ള ഈ പരിപാടി നടത്താൻ ബഹുമാനപ്പെട്ട മഹ്സിൻ ഉസ്താദിന്റെ നിർദ്ദേശവും കൂടി ആയപ്പോൾ വളരെ അതിന് മുന്നിട്ട് വന്ന നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾക്ക് നന്ദി പറയേണ്ടത് എന്ന് എനിക്ക് വാക്കുകളില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അർഹിക്കുന്ന പ്രതിഫലം ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്തും നമ്മൾ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏതൊരു വിഷയം നടത്തുമ്പോൾ നമ്മുടെ മുന്നിൽ എല്ലാം പച്ചപ്പി വിരിച്ചുകൊണ്ട്, പച്ച പരവതാനി വിരിച്ചുകൊണ്ട് അതിലേക്ക് സ്വാഗതം ആശംസിച്ച് മുന്നേറ്റ് വരുന്നതായ ആളുകളെ നമുക്ക് കാണാം. നേതാക്കന്മാരൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടാകുമെന്ന് നമ്മൾ വിദ്യാർത്ഥികളാവുന്ന നിങ്ങൾ പ്രതീക്ഷിച്ച് കാണും. എങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിന്റെ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോൾ അത് എന്താണ്, കാറ്റിന് നമ്മൾക്ക് കപ്പൽ ഒരു ബഹറില് അല്ലെങ്കിൽ കടലില് അല്ലെങ്കിൽ മറ്റു പുഴയിലൊക്കെ നമ്മൾ ഒരു എന്താ പറയാ ഒരു കപ്പൽ ഓട്ടുകയാണെങ്കിൽ ആ കപ്പലിന് മുന്നിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും.
ആ പ്രതിസന്ധികളെ തട്ടിമാറ്റിക്കൊണ്ട് കടലിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, വലിയ തിരമാലകൾ നമ്മൾക്ക് അടിച്ചു വരുന്നു. ആ തിരമാലകൾ അടിച്ചു വരുമ്പോൾ ഇപ്പൊ തിരമാലകളുണ്ട്, അതുകൊണ്ട് നമ്മളൊന്ന് ഒത്തിരി ഇരിക്കുക എന്നല്ലോ തോന്നുന്നത്. കപ്പിത്താന് തോന്നുന്നത് ഇപ്പോൾ തിരമാലകൾ അമരട്ടെ, ആ തിരമാലകൾ അമർന്നതിന് ശേഷം നമുക്ക് കപ്പല് കടലിൽ ഇറക്കിക്കൊണ്ട് മുന്നേറാം എന്ന് ആ കപ്പിത്താൻ വിചാരിച്ചാൽ യഥാസമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ കഴിയാതെ പോകും. അപ്പോൾ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ കടലിന്റെ ഏറ്റവും വലിയ തിരമാലകൾ ഉണ്ടെങ്കിലും, ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് മുന്നേറുമ്പോഴേ നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, അതിന് പറ്റിയ ഒരു സ്റ്റേജല്ല. നിങ്ങളുടെ മനസ്സിലുള്ളതായിരിക്കുന്ന നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഇത് ഭംഗിയാക്കണം, ഇത് ഇവിടെ ആളുകളില്ലെങ്കിലും ഇത് പുറം ലോകം അറിയുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ നമ്മളെ ഉസ്താദുമാരുടെ വേണ്ടത്ര കണ്ണുണ്ടാവില്ല. കാരണം ഉസ്താദുമാർക്കൊക്കെ പല ചുറ്റുപാടുള്ളത് കൊണ്ട് ഉസ്താദുമാർ പോകും. ഒരു മനുഷ്യന് ഉസ്താദ് ഇവിടെ ഉണ്ടാകും. എങ്കിൽ കൂടി നിങ്ങൾ ആരും ഇതൊരു അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ ഓടിച്ചാടി കളിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ബഹളം വെച്ചുകൊണ്ട്, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇതിനെ ഒരു മോശമായ രീതിയിൽ ജനങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പല ആളുകളും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ നല്ല നല്ല സമ്മാനങ്ങൾ നൽകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഈ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സദർ ഉസ്താദ് MK ബീരാൻകുട്ടി ഹാജി അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സയ്യിദ് അലി ഫൈസി, മെഹ്സിൻ ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ ഇതിനു വേണ്ടി എപ്പോഴും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ നമ്മുടെ SKSSFന്റെ സജീവ പ്രവർത്തകന്മാർ, പറയാതിരിക്കാൻ നിർവാഹമില്ല. എത്രയോ ദിവസമായിട്ട് അതിൻ്റെ ലിസ്റ്റുകളും മറ്റും തയ്യാറാക്കാൻ വേണ്ടി കൂടുതൽ ആരെയും സമീപിക്കാതെ അവർ രാപ്പകലില്ലാതെ അതിനു വേണ്ടി തയ്യാറെടുത്ത് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നാട്ടിൽ എവിടെയും നടക്കാത്തപ്പോൾ നമുക്ക് നടത്തണം എന്നുള്ള ഒരു വാശി പിടിച്ചതിന് ഫൈസി സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ മുൻനിരയിൽ തന്നെ വന്ന് പ്രവർത്തിച്ച നമ്മുടെ SKSSFന്റെ പ്രവർത്തകന്മാരും, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ബേക്കിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മെഹ്സിൻ ഉസ്താദാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളാരും കൂടുതൽ ആ കാര്യത്തിൽ ഇടപെട്ടില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എന്നല്ലാതെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലം നമ്മുടെ SKSSFന്റെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തതാണ്. ഇത് നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ആക്കം കൂട്ടാൻ നമ്മുടെ വളരെയധികം ഇഖ്ലാസ് വേണം. ആ ഇഖ്ലാസുള്ള പ്രവർത്തനമാണ് നാം ഓരോരുത്തരും സംഘടിപ്പിക്കേണ്ടതും അതുപോലെ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കേണ്ടതുമാണ്. അപ്പോഴേ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ എന്നുള്ളത് ഞാൻ ആയത്തോ ഹദീസോ ഒന്നും നിങ്ങളുടെ മുന്നിൽ എടുത്തിടാതെ തന്നെ നമ്മുടെ ഈ പരിപാടി പെട്ടെന്ന് നമുക്ക് തുടങ്ങാനുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും കടക്കാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ഖുർആൻ വാചകം കൊണ്ട് ആയത്ത് ഓതിയ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. ആശംസ അർപ്പിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ മഹലിൽ SKSSFന്റെ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിലനിൽക്കുകയും അതുപോലെ അതിന് വേണ്ട ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ ഇടയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും ജോലിക്ക് പോയി ഇപ്പോൾ നാട്ടിൽ തന്നെ ജോലിക്ക് പോകാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ നാട്ടിൽ തന്നെ ഇവിടെ മറ്റ് ജോലികൾ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കലാം മുസ്ലിയാർ നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
നമ്മുടെ പരിപാടി കാണുമ്പോൾ അതിയായി സന്തോഷമുണ്ട്. കാരണം എല്ലാ സ്ഥലത്തും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പരിപാടികൾ നടക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ SKSF മനസ്സ് വെച്ചപ്പോൾ നടന്നു, അൽഹംദുലില്ലാഹ്. ഏതായാലും അധികം ആളുകൾ കൂടാതെ നല്ല നിലയിൽ പരിപാടി പര്യവസാനിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി കൊണ്ട് സമുദ്ര വിഭാഗത്തിന്റെ മദഹ്ഗാന മത്സരമാണ് നടക്കുന്നത്. ചെസ് നമ്പർ 200. ഒരു സ്റ്റാൻഡ് വാങ്ങേണ്ടി അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പരിമളം വീശുന്നൊരു റൗല, പരിസുഗന്ധ മലർവനി റൗല, പാലൊളി വിതറുന്നൊരു റൗല, ഭാവന മണിഗേഹം റൗല, കത്തിടും ജഗത്ത്